ഹലോ, എല്ലാവർക്കും B4U യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏപ്രിലെ കറണ്ട് അഫേഴ്സിൻ്റെ പാർട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് കീഴടക്കി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് കീഴടക്കി. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വിജയികളായി. ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു വിജയം. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വിജയികളായി. ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു വിജയം. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്തയെ നിയമിച്ചു. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്തയെ നിയമിച്ചു. ഫോബ്സിൻ്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്ക് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. ഫോബ്സിൻ്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്ക് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. 34,200 കോടി ഡോളറാണ് മാസ്കിൻ്റെ ആസ്തി. 9,250 കോടി ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ. 550 കോടി ഡോളർ ആസ്തിയുള്ള MA യൂസഫലിയാണ് അതിസമ്പന്നനായ മലയാളി. 2025 ബിംസ്റ്റെക് ഉച്ചകോടി തായ്ലാൻഡിൽ നടന്നു. 2025 ബിംസ്റ്റെക് ഉച്ചകോടി തായ്ലാൻഡിൽ നടന്നു. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചോസ് 25. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചോസ് 25. വിഖ്യാത ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു. വിഖ്യാത ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു. അധ്യാപകനും ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ TB വേണുഗോപാല പണിക്കർ അന്തരിച്ചു. അധ്യാപകനും ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ TB വേണുഗോപാല പണിക്കർ അന്തരിച്ചു. പ്രശസ്ത ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു. പ്രശസ്ത കഥാപ്രസംഗ കലാകാരൻ അയിലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. മലയാള സിനിമയിലെ ശ്രദ്ധേയരായ നായക നടന്മാരിൽ ഒരാളായിരുന്ന രവികുമാർ മേനോൻ അന്തരിച്ചു. മ്യാൻമാറിലും തായ്ലാൻഡിലും ഉണ്ടായ ഭൂകമ്പത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ഇനി പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന് കിരീടം. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന് കിരീടം. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിന് കിരീടം. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിന് കിരീടം. ഇനി 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കിയ പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡിട്ട് ഗുരീന്ദർ വീർ സിംഗ്. 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡിട്ട് ഗുരീന്ദർ വീർ സിംഗ്. തോമസ് ബാഖിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. തോമസ് ബാഖിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ വേദിയാകും. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ വേദിയാകും.
രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ HV ഈശ്വറിന്. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ HV ഈശ്വറിന്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പ്രൊഫസർ GN പണിക്കർക്ക്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പ്രൊഫസർ GN പണിക്കർക്ക്. V മധുസൂദനൻ നായർക്ക് സാഹിത്യ പരിഷത്ത് പുരസ്കാരം. V മധുസൂദനൻ നായർക്ക് സാഹിത്യ പരിഷത്ത് പുരസ്കാരം. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന്. 3 ലക്ഷം രൂപയുടെ പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന് 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് നടൻ ജയറാമിനും ഒളിമ്പ്യൻ R ശ്രീജേഷിനും. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് നടൻ ജയറാമിനും ഒളിമ്പ്യൻ R ശ്രീജേഷിനും. പ്രൊഫസർ കേടാകുളം കരുണാകരൻ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിന്. പ്രൊഫസർ കേടാകുളം കരുണാകരൻ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിന്. ഇനി ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ-ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ബോഗോ സാഗർ. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ-ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ബോഗോ സാഗർ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഇനി ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം. 4.6 കോടി രൂപയാണ് സമ്മാനത്തുക. ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം. 4.6 കോടി രൂപയാണ് സമ്മാനത്തുക. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് KP സുധീര അർഹയായി. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് KP സുധീര അർഹയായി. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. PR നാഥന് കൃത പുരസ്കാരം. PR നാഥന് കൃത പുരസ്കാരം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ഗ്രാൻഡിന് ഡോക്ടർ ഗൗതം ചന്ദ്ര അർഹനായി. 7 കോടി രൂപയുടേതാണ് ഗ്രാൻഡ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ
ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ഗ്രാൻഡിന് ഡോക്ടർ ഗൗതം ചന്ദ്ര അർഹനായി. 7 കോടി രൂപയുടേതാണ് ഗ്രാൻഡ്. PN പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണന്. ഇനി മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം കേരളത്തിന്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം കേരളത്തിന്. ലാൻഡോ നോറിസ് 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. ലാൻഡോ നോറിസ് 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. ബെലറൂസിൻ്റെ പ്രസിഡന്റായി 7ാം തവണയും അലക്സാണ്ടർ ലൂകാഷെങ്കോ അധികാരമേറ്റു. ബെലറൂസിൻ്റെ പ്രസിഡന്റായി 7ാം തവണയും അലക്സാണ്ടർ ലൂകാഷെങ്കോ അധികാരമേറ്റു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഏപ്രിലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.